وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على من لا نبي بعده. പ്രിയങ്കരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, ഖുർആൻ പഠിതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 56-ാം അധ്യായം അൽ വാഖിഅ എന്ന സൂറത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ വാഖിഅ റഹ്മാൻ്റെ അഥവാ അർ-റഹ്മാൻ അധ്യായവുമായി വലിയ ബന്ധമുണ്ട്. ഖിയാമത്ത് നാളിനെ, അതേപോലെ തന്നെ മനുഷ്യരുടെ വിഭാഗങ്ങളെ, അനുഗ്രഹങ്ങളെ ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു അധ്യായം തന്നെയാണ്. 96 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായം. അവതരണക്രമം പറയുമ്പോൾ സൂറത്ത് താഹ അവതരിച്ച ശേഷമാണ്, ശുഅറാഇൻ്റെ മുമ്പാണ് ഈ സൂറത്ത് അവതരിക്കപ്പെടുന്നത്. അവതരണക്രമം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണത്തിലേക്കും പഠനത്തിലേക്കും കിടക്കാം. അതിന് മുമ്പ് ഖുലാസ പറയാം. എൻ്റെ ബൈ ഷോട്ട് എന്താണ് ഈ സൂറത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഒന്ന്, ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. കൂടെ തന്നെ അതിൽ മറ്റൊരു കാര്യം, അന്ന് മനുഷ്യർ 3 വിഭാഗങ്ങളായിരിക്കും എന്ന് പറയും. ആ 3 വിഭാഗങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വേണ്ടി ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്നതിനെ സംബന്ധിച്ച്, അൽ അവ്വലൂന വൽ ആഖിറൂന, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട് അഥവാ സ്രഷ്ടാവിനെ ബോധ്യപ്പെടുത്തുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലെ ദലായിലുകൾ, അടയാളങ്ങളെ സംബന്ധിച്ച് പറയുന്നു. മനുഷ്യരുടെ ബഅത്ത്, പുനർജന്മത്തെ സംബന്ധിച്ച് സംശയം തീർത്തു തരുന്നുണ്ട് ഈ അധ്യായം. അതേപോലെ തന്നെ മുകദ്ദിബുകളായ ആളുകളെ അവരുടെ നിഷേധത്തിനെതിരെ സംസാരിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ എന്ന് തുടങ്ങി ഹാദാ നുസുലുഹും യൗമദ്ദീൻ 56-ാം അധ്യായം വരെ ഖിയാമത്ത് നാളും മനുഷ്യരിലെ 3 വിഭാഗം ആളുകൾ. ഇപ്പോൾ ഒന്നാമത്തെ വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നത് നമുക്ക് ആദ്യ ഭാഗത്ത് തന്നെ വേഗം കാണാൻ കഴിയും. വകുൻതും അസ്വാജൻ സലാസതൻ, നിങ്ങൾ 3 വിഭാഗമായിരിക്കും. ഒന്ന് അസ്ഹാബുൽ മൈമന, മറ്റൊന്ന് അസ്ഹാബുൽ മശ്അമ, മറ്റൊന്ന് അസ്സാബിഖൂന. ഇതിൽ 2 വിഭാഗങ്ങൾ സ്വർഗാവകാശികളാണ്, ഒരു വിഭാഗം നരകാവകാശികളാണ്. അസ്സാബിഖൂൻ, മുൻകടന്ന ആളുകൾ, നന്മയിൽ മുൻകടന്ന ആളുകളാണ് സ്വർഗത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള വിജയികളായ ആളുകൾ. ഉലൈകൽ മുഖറബൂന ഫി ജന്നാത്തിൻ നഈം, സ്വർഗ സുഖൈശ്വര്യങ്ങളിൽ ഏറ്റവും സാമീപ്യം നൽകപ്പെടുന്ന മുഖറബീങ്ങളായ ആളുകളാണ് അവർ. തൊട്ട് താഴെ ഗ്രേഡിലുള്ള മറ്റൊരു വിഭാഗമാണ് അസ്ഹാബുൽ മൈമന, വലതുപക്ഷ ആളുകൾ. അസ്ഹാബുൽ യമീൻ എന്നും പറയും. ഖുർആൻ അങ്ങനെ ആ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് നരകാവകാശികളായ അസ്ഹാബുൽ ഷിമാൽ എന്ന് മറ്റു സ്ഥലത്ത് സൂചിപ്പിച്ച അസ്ഹാബുൽ മശ്അമയാണ്, തിന്മയുടെ പക്ഷമാണ്. അള്ളാഹു നമ്മെ അസ്ഹാബുൽ മൈമനയുടെ, അസ്സാബിഖൂനയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ മാത്രം ശക്തമായി ഈമാനിൻ്റെ ബലത്തിൽ അമലു സാലിഹാത്ത് ചെയ്യുന്നവരായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖുർആൻ
അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖുർആനിൻ്റെ അഹമിയത്തും അളമത്തും വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ വിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യവും ഗൗരവമായ ഓർമ്മപ്പെടുത്തലും ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 77-ാമത്തെ ആയത്ത് മുതൽ 82 വരെയുള്ള ഭാഗങ്ങളിൽ ആ ഒരു കാര്യമാണ് വിശദീകരിക്കുന്നത്. ഇങ്ങനെ ആയത്ത് നമ്പർ 8 പറയുന്നത് ആ ഭാഗം നിങ്ങൾ വായിക്കണം എന്നുള്ള, മുഴുവനായി പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരുമല്ലോ. അപ്പം നിങ്ങൾക്കത് അവിടെ പഠിക്കാൻ പറ്റും. പിന്നെ 83-ാമത്തെ ആയത്ത് മുതൽ 96-ാമത്തെ വചനം വരെ പിന്നീട് വിശദീകരിക്കുന്നത് ഈ 3 വിഭാഗങ്ങളുടെ ആഖിബത്തുകളെ സംബന്ധിച്ചൊക്കെ തന്നെ അവസാനം സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം 2 സ്ഥലത്താണ് ഈ ആയത്ത് വന്നത്. 74-ാമത്തെ വചനത്തിലും 96-ാമത്തെ വചനത്തിലും ആവർത്തിച്ച് 2 തവണ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ആകയാൽ നിന്റെ അത്യുന്നതനായ മഹോന്നതനായ അള്ളാഹുവിൻ്റെ നാമത്തെ നീ പരിശുദ്ധിപ്പെടുത്തണം. അഥവാ അവൻ്റെ നാമത്തിന് പരിശുദ്ധത ഇല്ലാതെയാക്കുന്ന, കളങ്കം വരുത്തുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അവനെ മാത്രം ആരാധിക്കണം. എങ്കിലേ ആ വാഖിഅത്തിൽ നിനക്ക് രക്ഷയുണ്ടാവുള്ളൂ. അവനിൽ മാത്രമായിരിക്കണം തവക്കുൽ ചെയ്യുന്നത്. എങ്കിലേ നിനക്ക് അവിടെ നിന്റെ വക്കാലത്ത് അവനെ ഏറ്റെടുക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് അവനെ മാത്രം, നന്മയും തിന്മയും അവനിൽ നിന്ന്, അവൻ്റെ പരീക്ഷണം, രക്ഷ നൽകാൻ അവൻ മാത്രം, അവനോട് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പാരായണത്തിലേക്ക് കിടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما
سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن
نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم سبحان الله الله أكبر والحمد لله ولا إله إلا الله സഹോദരങ്ങളെ
ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അസീം 74-96 വചനങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ ഈ ഒരു കൽപ്പന നമ്മൾ പാലിക്കണം. എന്തെല്ലാം സഹോദരങ്ങളെ, സമയം പരിമിതമായതിനാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് ഈ പറഞ്ഞ ഓരോ ഭാഗങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇന്നഹു ലഖുർആനുൻ കരീം 77 മുതലുള്ള വചനം തീർച്ചയായും വിശുദ്ധ ഖുർആനാണ് ഇത് കേട്ടോ. ഫി കിതാബിൻ മക്നൂൻ, അത് ഏറെ സംരക്ഷിതമായ ഒളിപ്പിച്ചു വെക്കപ്പെട്ടിട്ടുള്ള രേഖയിലുള്ളതാണ് ഖുർആൻ. ആ രേഖയുടെ പ്രത്യേകത എന്നാ? അത് നമുക്ക് നമ്മുടെ കയ്യിൽ ഖുർആൻ കിട്ടുന്നത് പോലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒന്നല്ല ആ മക്നൂനായ ഗ്രന്ഥം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധമാക്കപ്പെട്ട മലക്കുകൾക്കല്ലാതെ അത് സ്പർശിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള ഒരു രേഖയിൽ നിന്ന് നൽകപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ വിശുദ്ധ ഖുർആനിനെയും നമ്മൾ ഏറെ ഭവ്യതയോടെ, ഏറെ ഭക്തിയോടെ, ഏറെ ആദരവോടുകൂടെ കൊണ്ടു നടക്കണം, സംരക്ഷിക്കണം, എടുക്കണം, ഉപയോഗിക്കണം, വായിക്കണം. അതിൻ്റെ ആദരവെന്നത് കേവലം 2 ചട്ടകൾക്കുള്ളിൽ വചനങ്ങളെ പൊതിഞ്ഞു വെച്ച് വീട്ടിൽ ആരും അറിയാതെ എവിടെയെങ്കിലും മേശയിലോ മേശപ്പുറത്തോ വെക്കുക എന്നത് മാത്രമല്ല. അതിലപ്പുറം എല്ലാവർക്കും കാണാൻ കഴിയുന്നിടത്ത് ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും ഔന്നത്യത്തോടുകൂടെ, ഏറ്റവും മഹനീയമായതായി വിശുദ്ധ ഖുർആനിനെ സുരക്ഷിതമായി വെക്കുകയും എന്നിട്ട് അതിനെ ഏറ്റവും സുരക്ഷിതമായ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ എന്നോളം ദിനേന അനുദിനം പ്രഭാത പ്രദോഷങ്ങളിൽ പാരായണം ചെയ്തും അർത്ഥം വായിച്ചും മനസ്സിലാക്കി ജീവിതത്തിൽ അതിനെതിരാകാതെ ജീവിക്കുകയും ചെയ്യുന്ന സംരക്ഷണം, അതോടൊപ്പം ശുദ്ധത, നേരെ ഖിബ്ലക്കഭിമുഖമായി ഇരുന്നുകൊണ്ട് നമസ്കാരാനന്തരം നമസ്കാരങ്ങളിൽ പ്രത്യേകിച്ച് പ്രഭാതവേളകളിൽ ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ, സുബഹി പ്രഭാത സമയത്ത് പാരായണം ചെയ്യുന്നത് ഏറെ സാക്ഷ്യം വഹിക്കുന്നതാണ്. അന്ത്യയാമങ്ങളിൽ രാത്രിയിൽ പാരായണം ചെയ്യുന്നത് സാക്ഷ്യം വഹിക്കുന്നതാണ്. അങ്ങനെ അതിനെ ശുദ്ധിയോടുകൂടെ, ഇതിനർത്ഥം വുളൂ ചെയ്യണമെന്ന നിർബന്ധമൊന്നുമല്ല, അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. വുളൂ എടുക്കാം, വുളൂ എടുക്കുന്നത് കൊണ്ട് ഒരു വിരോധമില്ല. അതായത് അത് അത്രയും സൂക്ഷ്മതയാണ്, ഖുർആനിനോടുള്ള ഭക്തിയാണത്. പക്ഷേ ഈ പറഞ്ഞത് ഖുർആനിനെ തൊടുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ ആൾക്കാർ ഖുർആൻ തൊടുന്നുണ്ടല്ലോ വുളൂ ഇല്ലാതെ. അപ്പോൾ അത് തൊടൂലാന്ന് അല്ലാഹ് പറഞ്ഞത്. തൊടൂലാന്ന് അല്ലാഹ് പറഞ്ഞ സാധനം നമുക്ക് തൊടാൻ കഴിയരുതല്ലോ. അപ്പോൾ അത് തൊടുകയില്ല എന്ന് പറഞ്ഞതിനർത്ഥം അത് നമ്മുടെ കയ്യിൽ തന്ന ഖുർആനെ കുറിച്ചല്ല. ഖുർആൻ നമുക്ക് തന്ന ഖുർആൻ ഉൾക്കൊള്ളുന്ന ലൗഹുൽ മഹ്ഫൂദിനെ സംബന്ധിച്ചാണ് എന്നാണ് ഏറ്റവും പ്രബലമായും നേരെയും നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ദമീർ മടങ്ങുന്നതും തൊട്ട് മുമ്പുള്ള ഗ്രന്ഥത്തിലേക്കാണല്ലോ മടങ്ങേണ്ടത്. ഇന്നഹു ലഖുർആനുൻ കരീം, ഖുർആനെ കുറിച്ച് പറയാണ്. ഫി കിതാബിൻ, അതൊരു ഏടിലാണുള്ളത്, മക്നൂൻ, മറച്ചു വെക്കപ്പെട്ട ഏടിലാണ്. അതേതാ? ലാ യമസ്സുഹു, അതിനെ തൊടാൻ പറ്റൂല, ഇല്ലൽ മുതഹ്ഹറൂൻ, തൊടുകയില്ല എന്നാണ്. തൊടരുത് എന്നല്ല. തുടരുത് എന്നാണ് ഒരു കൽപ്പനയാണ്. കൽപ്പനയ്ക്കെതിര് ചെയ്യാലോ. കള്ളു കുടിക്കുന്നവരുണ്ടല്ലോ. കുടിക്കാലോ എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ നടക്കുമല്ലോ. പാടില്ലാത്തതാണെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവർ ഉത്തരം ഉണ്ടാവും. ചെയ്യുകയില്ല, നടക്കൂല. നിങ്ങൾ ഈ ആകാശഭൂമികളുടെ ബൗണ്ടറി കടന്ന് പുറത്തേക്കൊന്ന് കടക്കൂ, നിങ്ങൾക്കൊരിക്കലും കടക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കടക്കും എന്ന് പറയാൻ ആർക്കോ കഴിയുമോ? കടക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിയില്ല. മരിച്ചവർ കേൾക്കില്ല, കേൾക്കൂല. അത് തന്നെ. അവരുത്തരം നൽകൂല. അത് തന്നെ. നേരെ മറിച്ച് ഇവിടെ പറഞ്ഞത് തൊടുകയില്ല എന്നല്ല, തുടരുത് എന്നല്ല, തൊടുകയില്ല എന്ന് തന്നെയാണ്. ലാ യമസ്സുഹു, അതിനെ സ്പർശിക്കുകയില്ല. അതൊരിക്കലും ഇനി സ്പർശിക്കാൻ കഴിയില്ല, ആർക്കും സ്പർശിക്കാൻ കഴിയില്ല. അപ്പോൾ വുദൂഓടുകൂടെ ഖുർആൻ തൊടുന്നതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്ന് പറയാൻ പറ്റൂല എന്നാ ചുരുക്കി പറഞ്ഞത്. നേരെ മറിച്ച് വുദൂ ഉണ്ടായിരിക്കണം, അത് നല്ലതാണ്, അത് പവിത്രമാണ്, ഏറ്റവും പവിത്രമായി അല്ലേ ഖുർആൻ പറഞ്ഞില്ലേ? സൂറത്തു ഹജ്ജിലെ 30-32 വചനങ്ങളിൽ പറഞ്ഞില്ലേ? അള്ളാഹു പവിത്രമാക്കിയവയെ പവിത്രമായി ഭക്തിയോടെ ആദരിച്ചു കൊണ്ടു നടക്കുന്നത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് 32-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഹജ്ജിലെ. അത് ഹൃദയത്തിൻ്റെ ഭക്തിയുടെ അടയാളമാണ്. ആ നിലയിൽ നമുക്ക് ആദരവോടുകൂടെ കൊണ്ടു നടക്കാം, ആദരവോടെ. അതിന് ഏറ്റവും വലിയ ആദരവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വുളു എടുക്കുന്നു ഒരാൾ, എന്നിട്ട് ഇതവിടെ വെച്ചിട്ട് പിന്നെ ഇതിനെതിരായി ചെയ്യുന്നു. ഏതാ ആദരവ്? എന്താ അനാദരവ്? അതൊരു വല്ലാത്ത ഭോഷത്വമല്ലേ ചെയ്യുന്നത്. അതിനുള്ള ആദരവ് എന്നതിൻ്റെ പ്രഥമ സ്ഥാനം അതിനെതിരാകാതെ ജീവിക്കുക എന്നാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത അധ്യായം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.